അധീന ആൻഡ് അലക്സ് എന്നു പേരുള്ള ഒരു ക്രിസ്ത്യൻ യുവതി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിരിക്കുന്ന, ലോകത്തിലെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ ലംഘിച്ച് അതിനകത്തേക്ക് കടന്നു കയറിയിരിക്കുന്നു. അതും ഈ ക്ഷേത്രത്തിനെ അശുദ്ധമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഈ സ്ത്രീ അവിടെ കയറിയിരിക്കുന്നത്, ഈ ക്രിസ്ത്യൻ യുവതി അവിടെ കയറിയിരിക്കുന്നത്. ലക്ഷദീപം, മുറജപം പോലെയുള്ള മഹത്തായ കർമ്മങ്ങൾ നടക്കുന്ന സമയത്തിന് തൊട്ടു മുമ്പായിട്ടാണ് അവർ ഈ ക്ഷേത്രത്തിലേക്ക് കയറുന്നത്. അതായത് ഈ വ്യക്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഒരു ശുദ്ധസമ്മതമാണ്. അതായത് ഇയാൾ ശരിക്കും അറിയാവുന്നിട്ടാണ് ഞാൻ ഈ വെള്ളൂർകുന്നത്ത്, അതായത് ഈ മോറ്റോർ ഭാഗത്ത് വെള്ളൂർകുന്നത്തായിട്ട് അവിടെ നിന്ന് വർക്ക്ഷോപ്പിലും സെക്യൂരിറ്റി ആയിട്ടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വർക്ക്ഷോപ്പ് അപ്പോൾസ് കടയിൽ അവിടെ ഇരുന്നപ്പോഴാണ് ഇവരെ ഞാൻ കാണുന്നത്. ഈ അദീന ഭാരതിയുടെ അനിയനായിട്ട് അത്യാവശ്യം കമ്പനി ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ കണ്ട് പരസ്പരം സംസാരിച്ചിട്ടൊക്കെ ഉള്ളതായിരുന്നു. അദീന ഭാരതി കൊച്ചു കുട്ടിയൊക്കെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനവിടെ സെക്യൂരിറ്റി ആയിട്ട് വെള്ളൂർകുന്ന് അമ്പലത്തിൽ കയറി. അപ്പോൾ ഇവൻ അവിടെ RSSൻ്റെ രീതിയിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചപ്പോൾ ഇവൻ്റെ അച്ഛൻ, അതായത് അലക്സ് എന്ന് പറഞ്ഞ ആ ചേട്ടൻ, അവർ മതം മാറിയ വ്യക്തികളാണ്. പേര് മാറ്റിയിട്ടില്ല എന്നുള്ളൂ, മതം മാറിയ വ്യക്തികളാണ്. അവർ ഹിന്ദുമതത്തിൽ തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുമതത്തിൽ തന്നെ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്നത്, മതം മാറിയ ഒരു വ്യക്തികളാണ്. അപ്പോൾ അതിനനുസരിച്ച് അവരും മതം മാറിയ പേരെന്തുകൊണ്ടാണ് മാറ്റാത്തതെന്ന് എനിക്കറിയില്ല. ഇവർ മതം മാറിയതാണ്. ഹിന്ദുമത വിശ്വാസ പ്രകാരം തന്നെയാണ് അവർ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മതം മാറിയ ആൾക്കാരാണ്. ഒരു ഇന്ത്യൻ പൗരന് അവരുടെ ഇഷ്ടമുള്ള മതത്തിലേക്ക് മാറാനുള്ള അവകാശമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥിതിക്ക് അവർ ആ ക്ഷേത്രത്തിൽ കയറിയത് തെറ്റില്ല. പക്ഷെ ഞാനിപ്പോൾ മറ്റേ കാര്യം സപ്പോർട്ട് ചെയ്ത് പറയുകയല്ല. ഗുരുവായൂർ കേസ് വന്നു കഴിഞ്ഞപ്പോഴും അതത്ര നല്ല കാര്യമല്ല. എല്ലാ മതക്കാരെയും പ്രവേശിപ്പിക്കണം എന്നുള്ളതൊക്കെ അവകാശം പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ മിക്കവരും അത് തന്നെയാണ് പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഇയാൾ പറഞ്ഞതിനനുസരിച്ചാണ് ഇയാൾ ക്രിസ്ത്യൻ യുവതിയായിട്ടല്ല കയറി, അവർ മതം മാറിയിട്ടുള്ളതാണ്. പിന്നെ ഈ അദീന ഭാരതി എന്ന് പറഞ്ഞ ആൾ യുവമോർച്ചയുടെ സെക്രട്ടറിയാണ്. അതായത് വർഷങ്ങളായിട്ട് തന്നെ ആ പ്രസ്ഥാനത്തെ സെക്രട്ടറിയാണ്. അതിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചുമ്മാ ഇരുന്നിട്ടല്ല, അത് ക്രിസ്ത്യാനിയായിട്ടല്ല, ഒരു ഹിന്ദു രീതിയിലായിട്ട് കൊണ്ട് അവരറിഞ്ഞുകൊണ്ട് തന്നെയാണ് സെക്രട്ടറി ആക്കിയത്. അപ്പോൾ ഞാൻ പറയുന്നത് തന്നെ തെറ്റ് തന്നെയാണ്. മതം വേർതിരിച്ച് പറയല്ല. എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ ദൈവങ്ങൾക്കെല്ലാം ഒരുപോലെ തന്നെയാണ്. ക്രിസ്ത്യനോ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ എല്ലാ ദൈവത്തിനും എല്ലാവരും തുല്യർ തന്നെയാണ്. അവർക്ക് യാതൊരു മനുഷ്യൻ വേർതിരിച്ചാലും ദൈവങ്ങൾ ഒരിക്കലും വേർതിരിക്കില്ല. അത് തന്നെ ഞാനിപ്പോൾ പറയുന്നു. അതുകൊണ്ട് ഇദ്ദേഹം പറഞ്ഞത് വളരെ വളരെ തെറ്റാണ്. അവർ മതം മാറിയതാണ്.